ഈ പാളയംകോടൻ പഴം വരട്ടിയെടുക്കുന്ന എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ആ പഴം നമ്മൾ പൊളിച്ചു വെച്ചു. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. നമ്മളത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. അത് ഈ ബൗളിലോട്ട് ഒഴിക്കാം. ഈ പാനിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് അതൊന്ന് ഉരുകട്ടെ. നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന ബനാനയുടെ പേസ്റ്റ് ഒഴിക്കും. ഇത് വൃത്തിയായിട്ടൊന്ന് ഇളക്കാം. നമ്മൾ വരിക്കച്ചക്കയൊക്കെ വരട്ടി വെക്കത്തില്ലേ, അതേപോലെ ഈ പഴം ഇന്ന് നമുക്ക് വരട്ടി വെക്കാം. ഇതൊന്ന് ചെറിയ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. വൃത്തിയായിട്ട് നമുക്കിതൊന്ന് മൊരിഞ്ഞു വരണം. നമുക്കിങ്ങനെ വൃത്തിയായിട്ട് ഇളക്കാം. അടി കൂട്ടി ഇളക്കി കൊടുക്കണം. കൈവിട്ട് മാറി പോകരുത്, അടുത്ത് വരെ നിൽക്കണം. അടി കൂട്ടി ഇങ്ങനെ ഇളക്കി. ശർക്കര പാനിയാക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിയാക്കി അരിച്ച് എടുക്കണം. അതിനകത്ത് അഴുക്ക് എന്തെങ്കിലും കാണും. അതുകൊണ്ട് അങ്ങനെ പാനിയാക്കിയ ശർക്കര ഇതിനകത്ത് ഒഴിക്കാം. ആ ശർക്കരയുടെ പാനിയും അതെല്ലാം കൂടെ വീണ്ടും നമുക്ക് വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കണം. അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു പൊടിക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കും. അടി കൂട്ടി നല്ല വൃത്തിയായിട്ട് ഇളക്കണം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുറച്ച് ബട്ടറും കൂടെ അതിലിടുക. അടിക്ക് പിടിക്കാതെ നല്ല മാറി മാറി പാത്രത്തിൽ ഉരുണ്ട് വരണം. അതിനാവശ്യമനുസരിച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫൈനൽ സ്റ്റേജോടെത്തി. അടിയിൽ പിടിക്കാതെ ഇതിങ്ങനെ മാറി മാറി വരണം. ഇനി നമുക്ക് ഇതിപ്പോൾ ഓഫാക്കാം. തണുക്കുമ്പോൾ ഇത് നല്ല സെറ്റായിട്ട് വരും. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ അടപ്പിൽ തന്നെ വെച്ചേക്കാം. ഗ്യാസ് ഓഫാക്കി വെക്കുക. ഒന്ന് തണുക്കട്ടെ. ഇത് സ്റ്റീൽ പാത്രത്തിനകത്തോ ഇഷ്ടമുള്ളതിൽ എടുത്തു വെക്കാം. ഞാൻ ഈ ഗ്ലാസിൻ്റെ ബൗളിലോട്ട് ഇത് കോരി വെക്കാൻ പോവാം. നമ്മുടെ പാളയംകോടൻ പഴം വരട്ടിയെടുത്തത്.